വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് വിഷു തുടക്കം മുതൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വിഷു തുടക്കം മുതൽ ഒരു നക്ഷത്രത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ആ നക്ഷത്രത്തിന്റെ സമയം മാറിയിരിക്കുന്നു. ഒരു പുതുവർഷത്തിന് സമാനമായ ഫലങ്ങളാണ് ഈ നക്ഷത്രത്തിന് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ ഇതിന്റെ കൂടെ ജാതകം കൂടി പരിശോധിച്ച് ഗുണദോഷങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വിഷു മുതൽ അങ്ങോട്ട് വച്ചടി കയറ്റമുള്ള ഒരു നക്ഷത്രത്തിനുണ്ടാകുന്ന ജീവിത മാറ്റങ്ങളാണ് പറയുന്നത്. അത് പ്രധാനമായ ഒരു നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. വിശാഖം നക്ഷത്രത്തിന് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക്, കഠിനാധ്വാനത്താൽ പരീക്ഷ വിജയം ഉണ്ടാകാൻ കാത്തിരുന്നവർക്കൊക്കെ നല്ല സമയമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ട പോലെ പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയം വരുന്നു. സഹപ്രവർത്തകരുടെ മനഃശാന്തി കെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകും. അത് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ജോലിയിൽ ഉത്സാഹവും ഉന്മേഷവും വീണ്ടെടുക്കാൻ പറ്റിയ സമയമാണ് ഈ 2026 വിഷു തൊട്ട് അങ്ങോട്ട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. പാഴ്ചെലവുകളൊക്കെ നിയന്ത്രിക്കണം. അതുപോലെ ജീവിതത്തിൽ പണത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിയുകയും വേണം. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും ചുറ്റുമുള്ള എല്ലാ ആളുകളും അതിന്റെ തീവ്രത മനസ്സിലാക്കിയെന്ന് വരില്ല. അവരിൽ നിന്നും കൂടുതലായി നിങ്ങളൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക വഴി പ്രശ്നങ്ങൾ വഷളാവാതെ നോക്കാം. പകർച്ചവ്യാധികളെ കരുതിയിരിക്കുക. പണമോ വെളിപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ പെട്ടെന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പരിശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ അനുകൂല സാഹചര്യം നിങ്ങളെ കാത്തിരിക്കുന്നു. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി സാധ്യത വർദ്ധിച്ചു വരുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹം ലഭിക്കും. ശത്രുശല്യം കുറയും. ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ശ്രമിക്കുന്നവർക്ക് അത് നടക്കുകയും ചെയ്യും. ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരമുണ്ടാകും. വിശാഖം നക്ഷത്രക്കാർക്ക് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സൽസന്താന ലബ്ധിയും ഉണ്ടാകും. സാഹസ പ്രവൃത്തികളിൽ നിന്നൊക്കെ കുറച്ച് വിട്ടുനിൽക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാൻ കഴിയും. യശസ് ഉയർത്തുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. സിനിമ, സീരിയൽ മേഖലകൾ, അതുപോലെ വ്യവസായ മേഖലകൾ, കുടിൽ വ്യവസായങ്ങളൊക്കെ നല്ല പുരോഗതിയിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ, ഒരു കുബേര തുല്യമായ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ധാരാളം ധനം കയ്യിൽ വന്നു ചേരും. ഈ വർഷം വിഷു ഫലം നിങ്ങൾക്ക് നല്ല ഒരു ഫലമാണ് നൽകുന്നത്. അതുപോലെ ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള തൊഴിൽ രംഗത്തേക്കുള്ള കാൽവയ്പ് ഏറ്റവും നല്ല നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്കുണ്ടാകും. അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളുടെയും നിർദ്ദേശം അനുസരിച്ച് വേണം കുട്ടികൾ മുന്നോട്ട് പോകുവാൻ. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾക്ക് സാധ്യത ഉണ്ടായിരുന്നതൊക്കെ നന്നായി മാറി വരുന്നൊരു സമയമാണ്. മുഷിഞ്ഞ് സംസാരിച്ച് സഹപ്രവർത്തകരുടെ പിന്തുണ നഷ്ടമാക്കാൻ ശ്രമിക്കരുത്. സംസാരത്തിലൊക്കെ കുറച്ച് നിയന്ത്രണം നിങ്ങൾ പാലിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ശത്രുക്കൾ വർദ്ധിക്കും. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും കലാകാരന്മാരും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പഴയ ബാധ്യതകൾ തീർക്കാൻ പറ്റിയ സമയമാണ്. സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വളരെ വച്ചടി വരുന്ന ഒരു സമയമാണ് ഈ വിഷു ഫലം തൊട്ടങ്ങോട്ട്. അവസരങ്ങളൊന്നും വന്നാൽ കൈവിടരുത്. ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ മാറി വരുന്നു വിഷുവിന്റെ ആ ഫലത്തോടു കൂടി. അതുകൊണ്ട് സ്വർണ്ണലാഭം, ബന്ധുസുഖം, സാമ്പത്തിക അഭിവൃദ്ധി തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വീട് വെക്കാനുള്ള സമയമാണ്. ഇടപാടുകളെ കുറിച്ച് ജാഗ്രത വേണം. അതുപോലെ തന്നെ മാനഹാനിക്ക് സാധ്യതയുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം. കൂടുതൽ യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും. വിശാഖം നക്ഷത്രക്കാർക്ക് യാത്രകളൊക്കെ കരുതലോടെ ആവണം എന്ന് മാത്രം. സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാം. ആദായകരമല്ലാത്ത കാര്യങ്ങൾക്ക് സമയം പണവും ചെലവഴിക്കാൻ നിൽക്കരുത്. തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ കൂടുതൽ സമയം ഈശ്വര പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് സർക്കാർ ജോലിയിലുള്ളവർക്ക് ഉദ്യോഗ കയറ്റമുണ്ടാകും. അതുപോലെ തന്നെ വിദേശത്ത് ഉപരിപഠനത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോകാനുള്ള അവസരം ഉണ്ടാകും. പുതിയ വ്യാപാര സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ വിശാഖ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏറ്റവും പറ്റിയ സമയമാണ് വിഷഫലത്തോടു കൂടി. അതുപോലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തുകാർക്കും കലാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുടെ ഒരു നല്ല സമയമാണ്. അനുകൂല സമയമാണ്. ദമ്പതികളൊക്കെ പിണങ്ങി നിന്നവർ അടുത്തു വരുന്നൊരു സമയം കൂടിയാണ്. പരസ്പരം പറഞ്ഞു തീർത്ത് പ്രശ്നങ്ങളൊക്കെ ഒതുക്കി ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റിയ ഒരു കാലമാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. ഈ 2026 വിഷുഫലത്തോടു കൂടി നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം തെളിഞ്ഞു വരികയാണ്. വളരെ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. സ്വജനങ്ങളിൽ നിന്നും വിപരീത പ്രതികരണങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അതൊക്കെ മാറി ഇനി അവരൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സമയമാണ്. ആരോഗ്യകാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധ വേണം. ആഹാരം പുറത്തുപോയി കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കുക. ഭക്ഷ്യജന്യമായ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ധനസ്ഥിതിയിൽ ഗുണകരമായ മാറ്റം, അതുപോലെ തന്നെ നല്ല വിവാഹം, കുടുംബത്തിൽ സമാധാനം,
വിശിഷ്ട പദവികൾ തേടിയെത്തുക, പല കാര്യങ്ങളിലും തടസ്സമുണ്ടായിരുന്നു മാറി വരിക, നന്നായി കഠിനാധ്വാനം ഈശ്വര പ്രാർത്ഥനയും ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ച, ഭയങ്കര നേട്ടങ്ങൾ, നിങ്ങളെ അന്തസ് ആഭിജാത്യവും കാത്തു സൂക്ഷിക്കുന്ന പോലെ തന്നെ വളരെ നല്ല നിലയിൽ എത്തിക്കുന്ന ഒരു സമയമാണ്. തിരിച്ചടികളൊക്കെ ഉണ്ടായിരുന്നു മാറി വന്നിരിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല. അതുപോലെ മേലുദ്യോഗസ്ഥ പദവിക്കുള്ള തർക്കങ്ങളെയൊക്കെ അതിജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. തൊഴിൽ തേടുന്നവർക്കും നല്ല സമയമാണ്. ചെറിയ പ്രതിസന്ധിക്ക് ശേഷം പ്രതീക്ഷ നിറവേറും. അതുപോലെ നിങ്ങൾ പറയുന്ന പോലെ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വാഹനങ്ങൾ വാങ്ങാം. വീട് വെക്കാൻ പകുതിയൊക്കെ ആയിട്ടുന്നവർക്ക് വീടിന്റെ പണി വീണ്ടും മുന്നോട്ട് പോകാനുള്ള സമയമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ നഴ്സിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി ലഭിക്കും. മറ്റുള്ള കലാകാരന്മാർക്കൊക്കെ എല്ലാ അംഗീകാരവും ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വിഷുവിലെ വിശാഖ നക്ഷത്രക്കാർക്ക്. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർക്ക് കോടതി വിധി അനുകൂലമാകുന്ന ഒരു സമയം കൂടിയാണ്. സർക്കാർ ആനുകൂല്യം ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കും. നിലനില തടസ്സങ്ങളൊക്കെ ഒഴിവാകും. പഴയ തൊഴിൽ സ്ഥലത്ത് നിന്ന് ക്ഷണമൊക്കെ ഉണ്ടാകും. വാഹനമിടപാടിൽ നേട്ടം, ഭവന വായ്പ കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള സമയമാണ്. പൊതുരംഗത്ത് മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്കുണ്ടാകും. അതുപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലത്തോടു കൂടി ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം ഒക്കെ നിർത്തി അപകീർത്തിക്ക് ഇടവരുത്തുന്ന കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തണം. കഠിനാധ്വാനം ചെയ്താലും വേണ്ടിയില്ല, ഫലപ്രാപ്തിക്ക് ഇച്ചിരി സമയമെടുത്തിരുന്നതൊക്കെ പെട്ടെന്ന് നടക്കുന്ന സമയമാണ്. പിടിവാശി, മുൻകോപം ഉപേക്ഷിക്കണം. ധനനഷ്ടത്തിനിടെയുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ പോകരുത്. ഊർജ്ജസ്വലത വർദ്ധിക്കുന്ന സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഈ മാസം വിഷുഫലത്തോടു കൂടി. അതുപോലെ തന്നെ പല ആൾക്കാർക്കും ചില കാര്യങ്ങൾ തടസ്സമുണ്ടായിരുന്നു. അല്ലെങ്കിൽ വസ്തു വാങ്ങുക, അതുപോലെ വാഹനങ്ങൾ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ എത്രയോ നാളായി ഒരു ബൈക്കോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് പെട്ടെന്ന് സാധിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പണമൊക്കെ കിട്ടും. ഇൻഷുറൻസ് വകയിലോ മറ്റിതര വകയിലോ പണം കിട്ടാനുള്ളവർക്ക് അത് കിട്ടേണ്ട സമയമൊക്കെ ആയി വരുന്നുണ്ട്. അതുപോലെ കൈവശം വന്നു ചേരുന്ന പണമൊക്കെ നല്ല രീതിയിൽ നോക്കി തന്നെ ഉപയോഗിക്കണം. വിവാദ വിഷയങ്ങളൊക്കെ മാറുന്ന സമയമാണ്. വ്യവസായ മേഖലയിൽ ശുഭകാര്യങ്ങളുണ്ട്. ഏത് വ്യവസായം തുടങ്ങിയാലും ആലോചിച്ച് പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് സമയം നോക്കി വേണം ചെയ്യാൻ. അത് നിങ്ങൾ കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് കഴിവ് തെളിയിക്കാൻ അവസരം എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അവാർഡുകൾ അതുമൂലമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഒക്കെ നിങ്ങൾക്കുണ്ടാകും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉയർച്ചയാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. കലഹപ്രിയ പ്രവണതകൾ ദോഷം ചെയ്യാതെ ശ്രദ്ധിക്കണം. ചില സംസാരങ്ങളും ഒഴിവാക്കിയാൽ മതി. അതുപോലെ പൊതുജന പിന്തുണയുണ്ടാകും. വിദേശയാത്രാ പരിശ്രമങ്ങൾ പൂവണിയാൻ പോകുന്നു. നല്ല ഈശ്വര പ്രാർത്ഥന വേണം. ചില സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ മെച്ചപ്പെട്ട സഹകരണവും നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ മറ്റു ചില ബന്ധുക്കളോട് കലയിക്കാൻ ഇടവരും. ക്ഷിപ്രകോപം പരമാവധി ഒഴിവാക്കുക. ചില ദുർവ്യയങ്ങളിലൂടെ സാമ്പത്തിക വിഷമങ്ങൾക്കിടവരും. സാമ്പത്തിക ഇടപാടുകൾ നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ. പക്ഷെ അവസാനത്തോടുകൂടി നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ജോലിയിൽ അസൂയാവഹമായ പുരോഗതി നേടും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഉന്നതി, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം, വിവാഹം നടക്കും, പ്രണയം പൂവണിയും നടക്കുവാൻ സാധ്യതയില്ലെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ക്ഷിപ്ര വിജയം കൈവരിക്കാൻ ഉതകുന്ന സമയമാണ് ഈ വിഷുഫലത്തോടുകൂടി വിശാഖ നക്ഷത്രക്കാർക്ക്. സന്ദർഭമൊക്കെ വന്നു ചേരുന്നു. മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് വിശാഖ നക്ഷത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട്. സാമ്പത്തിക പരാധീനത്തിൽ നിന്നും മോചനം നേടുന്ന സമയമാണ് നിങ്ങൾ നല്ലൊരു നിലയിൽ എത്താൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം വിഷുഫലം വിശാഖ നക്ഷത്രത്തെ പറ്റി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. ഇനി മറ്റൊരു നാളിന്റെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല നമസ്കാരം.